നമസ്കാരം. വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് കഴിഞ്ഞ കുറേ ദിനങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു മോഡ് പിടിച്ചങ്ങ് പോയാലോ, ഒരു ബുദ്ധിജീവി പരിവേഷത്തിലേക്ക് അങ്ങോട്ട് മാറിയാലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ടർബോയുടെ ട്രെയിലർ വന്നത്. യൂട്യൂബ് ചാനലൊക്കെ സ്വന്തമായിട്ടുള്ള ആളുകൾക്കറിയാം, മൂവി റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആളുകൾക്കറിയാം, ഇതുപോലൊരു ട്രെയിലർ വരുമ്പോൾ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, പിന്നെ പ്രതീക്ഷകളുടെ അമിത ഭാരം എന്നൊക്കെ റിവ്യൂവിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ തന്നെ ആയിരിക്കും ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ടിരിക്കുന്നത്. ടർബോയുടെ ട്രെയിലർ കണ്ടു നോക്കി. അങ്ങനെ ട്രെയിലർ റിയാക്ഷൻ പതിവില്ലല്ലോ. ഒന്ന് കണ്ടു നോക്കിയ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ വേറെ ഏതൊക്കെയോ റേഞ്ചിലുള്ളൊരു സാധനമാണ് എനിക്കിപ്പോൾ കാണാൻ പറ്റിയത്. ടർബോ ജോസ് എന്ന് പറയുന്ന കഥാപാത്രം, അതിൻ്റെ ഒരു ഫസ്റ്റ് പോസ്റ്റർ, അതിനുശേഷമുള്ള പ്രൊമോഷൻ പോസ്റ്റർ, ഇതൊക്കെ കണ്ട സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചത് വേറൊരു സംഭവമായിരുന്നു. ഈ ഒരു സിനിമയിൽ പ്രതീക്ഷിക്കാൻ അത്യാവശ്യ സംഗതികളുണ്ട്. മിഥുൻ മാനുവൽ തോമസിന്റെ എഴുത്ത് എനിക്ക് എല്ലാ സിനിമകളിലും അത്ര അധികം ഇഷ്ടമൊന്നുമില്ല. ഇത്തിരി ഹൈപ്പ് കൂടുതലുള്ള എഴുത്തുകാരനല്ലേ എന്ന് തോന്നാറുണ്ട്. സാധാരണ പ്രേക്ഷകന് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാമല്ലോ. നമുക്ക് സിനിമയൊന്നും എടുക്കാൻ അറിയില്ലല്ലോ, എഴുതാൻ അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. ചില സിനിമകളിൽ എനിക്ക് അത്ര അധികം സുഖം തോന്നാറില്ല. ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരു വൻ താരനിരയുണ്ട്. പിന്നെ വളരെ കാലങ്ങൾക്ക് ശേഷം മലയാളി ആഗ്രഹിക്കുന്ന ഒരു വൈശാഖ ചിത്രമുണ്ട്. ആ ഒരു ചിത്രം ശരിക്കും നമുക്ക് ടർബോയിലൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ അധികം വലിച്ചു നീട്ടാതെ ഇതിൻ്റെ ട്രെയിലർ ഒന്ന് പ്ലേ ചെയ്യാം. നിന്നെ നാട്ടുകാരെ എന്നതാ വിളിക്കുന്നത്? എന്നാ ജോസാടാ? ടർബോ ജോസിന്റെ മേക്ക് ഓവർ ഒക്കെ കണ്ട സമയത്ത് നമുക്ക് പാലായിൽ ഒരു ജോസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഓഫ് റോഡ് റേസിംഗ് താരമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പരിസരമുണ്ട് സിനിമയിൽ. വണ്ടികൾ, അതേപോലെ തന്നെ മലയോര കർഷക മേഖലയൊക്കെ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ക്യാരക്ടർ മമ്മൂട്ടി ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരിക്കും. മമ്മൂട്ടി അങ്ങനെയുള്ള അച്ചായൻ കഥാപാത്രങ്ങളിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും നല്ല രസമുള്ള മുഹൂർത്തങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. ഇന്ദു ഇൻസ്റ്റ, ഇന്ദു ബംബിൾ, ഇന്ദു പ്ലസ് ടു, ഇന്ദു ടിൻഡർ, ഇന്ദുസ് നിനക്കറിയില്ല? ഇപ്പൊ കളിച്ച് പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കാൻ തുടങ്ങിയോടാ അറിയുന്നു. അവനെ അവங்களுக்கு தெரியுமா? രാജ്ബി ഷെട്ടിയൊക്കെ മലയാളികൾക്ക് സുപരിചിതനാണ്. അദ്ദേഹം മലയാളം പടങ്ങൾ ചെയ്തതുകൊണ്ടാണോ? അല്ല, ഇവിടെയുള്ള ഓഡിയൻസ് അത്ര മെച്ചുവേർഡാണ്. ഏതൊരു ഭാഷയിലും, എസ്പെഷ്യലി ഇന്ത്യൻ ഭാഷയിൽ മികച്ച സിനിമകൾ വന്നു കഴിഞ്ഞാൽ അത് തേടിപ്പിടിച്ച് കണ്ട് നല്ല റിവ്യൂസ് കൊടുക്കുന്ന, നല്ല പ്രേക്ഷക പ്രതികരണങ്ങൾ കൊടുക്കുന്ന ഓഡിയൻസ് ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആക്ടർ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഈ നഗരത്തിൽ നടക്കുന്ന പല വൻ ഡീലുകൾക്ക് പിന്നിലും ഇന്ന് ഈ പേര് കേൾക്കുന്നുണ്ട്. 8 പേർ 5 പിന്നിലെങ്കിൽ ഒരൊറ്റ ആളും ജീവനോടെ ബാക്കി കാണിക്കും. എനിക്കൊന്നും തലയിലോട്ട് കയറാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ കൊല്ലാപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. I just love this part. ഞാനിവിടെ വീഴുവാണ്, എൻ്റെ കൂടെ ഒരു 10-15 പേരെ നിൽക്കാം. മിഥുൻ മാനുവൽ തോമസ് എന്ന ഗംഭീര റൈറ്ററുടെ കുറേയധികം സംഭവങ്ങൾ, സ്ഥിര സംഭവങ്ങൾ കുറച്ചിട്ട് മമ്മൂട്ടി എന്ന നടൻ്റെ മാസ് സംഭവങ്ങൾ കൂടുതലായി ഇട്ട് തരികയാണെന്നുണ്ടെങ്കിൽ വലിയ സന്തോഷമായേനെ. ഈ ഒരു അവസരത്തിൽ ഒരു മാസ് ചിത്രം കാണാൻ വേണ്ടി അത്രയധികം ആഗ്രഹിച്ചിരിക്കുകയാണ്. അത് മമ്മൂട്ടി എന്ന നടൻ വരുന്ന ഒരു മാസ് ചിത്രം. ചിത്രത്തിൻ്റെ ക്രൂ ഒന്ന് പറയേണ്ടതുണ്ട്.
ഈ ട്രെയിലർ കണ്ട സമയത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്തത് എന്താണ്? ഇതിൻ്റെ പശ്ചാത്തല സംഗീതമാണ്. ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം ക്രിസ്റ്റോ സേവ്യർ. ഒന്നും പറയാനില്ല, സിനിമയിൽ അതിനു വേണ്ടിയും നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഛായാഗ്രഹണം വിഷ്ണു ശർമ്മ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ കൂടെ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ട്രെയിലറിലെ തന്നെ സീൻസ് നിങ്ങൾ കണ്ടല്ലോ. ആക്ഷന് വലിയ പ്രാധാന്യമുള്ള ചിത്രമാണ്. ആക്ഷൻ കൊറിയോഗ്രാഫി ഗംഭീരം. മമ്മൂട്ടി കമ്പനി തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ അവർ ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടി, സുനിൽ, അഞ്ജന ജയപ്രകാശ്, രാജ്ബി ഷെട്ടി, കബീർ ദുഹൻ സിംഗ്, ജോണി ആന്റണി, ദിലീഷ് പോത്തൻ. അതല്ലാതെ കുറേയധികം ആളുകളെ നമ്മൾ ട്രെയിലർ കണ്ടിട്ടുണ്ട്. ഇത് വിക്കിപീഡിയയിൽ ജസ്റ്റ് കിട്ടിയ ഒരു ഇൻഫർമേഷനിൽ നിന്നിട്ട് ഞാൻ പറയുന്നതാണ്. ഇതിലൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇത് പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഷമീർ മുഹമ്മദാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. എഡിറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എഡിറ്റിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് സിനിമയിലും അതേപോലെ തന്നെ ടെലിവിഷനിലും ഇൻഡസ്ട്രിയിൽ മുഴുവനായിട്ടും യൂസ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകളുടെ ട്യൂട്ടോറിയൽ വളരെ ചെറിയ ഒരു രൂപത്തിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് തൊട്ട് താഴെ ലിങ്ക് നൽകിയിട്ടുണ്ട്. വളരെ കാലങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ടിപ്പിക്കൽ മാസ് എൻ്റർടൈനറാണ്, അതും വൈശാഖിൻ്റെ. ടർബോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങുകയാണ്. ഈ മാസം തന്നെ ചിത്രം റിലീസിന് എത്തുന്നുണ്ട്. സിനിമ കണ്ട് റിവ്യൂ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.